ഹായ് എവ്രി വൺ. അപ്പോൾ നമ്മൾ ഇന്ന് ബ്രൊക്കലി എഗ് സ്റ്റിർ ഫ്രൈ ആണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഒരു 250 ഗ്രാം ബ്രൊക്കലി നന്നായിട്ട് കണ്ടിച്ച് അത് കഴുകി വൃത്തിയാക്കി എടുക്കുക. അതിന് വേണ്ടി നമുക്ക് കുറച്ച് ഇഞ്ചിയുടെ ആവശ്യമുണ്ട്. കുറച്ച് ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു മീഡിയം സവാളയും തയ്യാറാക്കി എടുക്കുക. പിന്നെ ഒരു 2-3 മുട്ട നമ്മുടെ ബ്രൊക്കോളിയുടെ ആവശ്യത്തിനനുസരണം എടുക്കുക. അതിനുശേഷം നമ്മൾ ബ്രൊക്കോളി കഴുകി വൃത്തിയാക്കി എടുക്കുക. ഒരു പാൻ വെക്കുക. പാനിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ, പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഇല്ല എന്നുണ്ടെങ്കിൽ നോർമലി നമുക്ക് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ നോർമലി മലയാളികൾ വെളിച്ചെണ്ണയാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. കറിക്ക് കുറച്ചും കൂടി ടേസ്റ്റൊക്കെ കൂടും. അപ്പോൾ അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി, നമ്മൾ നന്നാക്കി വെച്ചിട്ടുള്ള ഇഞ്ചി അരിഞ്ഞതിട്ട് കൊടുക്കാം. അതൊരു 2 to 3 സെക്കൻഡ്സിൽ അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 2 സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് ജസ്റ്റ് ഒന്ന് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സവാള നോർമലി ചെറിയൊരു ബ്രൗണിഷ് കളർ ആവുന്ന എപ്പോഴും നല്ലതായിരിക്കും. കറിക്ക് ടേസ്റ്റ് കൂടുകയും ചെയ്യും, കാണാനൊരു ഭംഗിയാണ്. അപ്പോൾ നമ്മൾ അത് ഏകദേശം ഡ്രൈ ഫ്രൈ ആയതിനു ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബ്രോക്കലി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നീട് അതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് അത്യാവശ്യം ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും അറിയാം ബ്രോക്കോളിക്ക് അങ്ങനെ ഒരുപാട് വേവൊന്നുമില്ല, പക്ഷേ എന്നാലും ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി നമ്മളതിലേക്ക് 1-2 സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അതൊന്ന് അടച്ചു വെച്ച് ഒരു 2-3 സെക്കൻഡ്സിൽ ഒന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം നമ്മുടെ ബ്രോക്കോളി എല്ലാ ഭാഗത്തേക്കും, പാൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സെപ്പറേറ്റ് ചെയ്തൊരു സെൻറ്ററിൽ ഒരു ചെറിയ റൗണ്ട് സ്പേസ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ തയ്യാറാക്കിച്ചിരിക്കുന്ന മുട്ട ഒഴിക്കുക. അതിനുശേഷം അത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് യോജിപ്പിക്കുമ്പോൾ മുട്ടയും ബ്രൊക്കലിയും അതിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും എല്ലാം നന്നായിട്ടൊന്ന് മിക്സായി വരും. അതിലേക്ക് കുറച്ച് നാരങ്ങ, ഒരു പകുതി നാരങ്ങ മുറിച്ചത് അതൊന്ന് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഒരു കുറച്ച് പെപ്പർ പൗഡർ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് വിതറി കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ പ്രിപ്പറേഷൻ ബ്രൊക്കലി എഗ് സ്റ്റിർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ്സ് വഴിയായിട്ട് അറിയിക്കുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.